ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ കിച്ചൻ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു നോൺ വെജ് റെസിപ്പി ആയിട്ടാണ്, ബീഫ് തോരൻ. ഇപ്പം ഞാനൊരു ഏകദേശം 250 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി കുറച്ച് എടുത്തേക്കുന്നത്, ഏകദേശം 250 ഗ്രാം ഉണ്ട്. ആവശ്യമായ സാധനങ്ങൾ: ഒരു കൈപ്പിടി കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പെരിഞ്ജീരകം, പിന്നെ 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 7 അല്ലി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ക്രഷ്ഡ് മുളക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണക്കമുളക് പൊടിച്ചത്, പിന്നെ 1 കപ്പ് തേങ്ങ, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്. നമുക്കിനി ബീഫ് ആദ്യം വേവിക്കാൻ വയ്ക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു, 1 സ്പൂൺ മുളക് പൊടി. നമുക്ക് ആദ്യം ഇനി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ബീഫ് വേവിക്കാൻ വയ്ക്കാം. 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു, വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. ഒരുപാട് വെള്ളം വേണ്ട, ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങും. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. എത്ര വിസിൽ വേണമായിരിക്കും? 3 വിസിൽ. നമുക്ക് ആ സമയം കൊണ്ട് തേങ്ങ ചതച്ചെടുക്കാം. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതും ഉണക്കമുളക് പൊടിച്ചത് തരിതരിയായിട്ട് പൊടിച്ച് അത് 1 സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, അതും കൂടെ ഇട്ട് നമുക്ക് തേങ്ങ ചതച്ചെടുക്കാം. മുളക് പൊടി 1 സ്പൂൺ ചതച്ച മുളകും കൂടെ ഇട്ട് നമുക്ക് തേങ്ങ ചതച്ചെടുക്കാം. ഇറച്ചി നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വയ്ക്കാനുള്ള ചട്ടി വയ്ക്കാം. ഏകദേശം ഒരു 6 വിസിലെടുത്ത് ഇറച്ചി വേകാൻ വേണ്ടി നമുക്കിനി തോരനുള്ളത് റെഡിയാക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് കടുക് പൊട്ടിക്കാം. നമുക്കിടാം. കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് പൊട്ടുന്നുണ്ട്. നമുക്കിനി പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ പെരിഞ്ജീരകം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു പിടി കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ വഴറ്റണം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നെടുകെ കീറിയ പച്ചമുളക്, കുഞ്ഞായിട്ട് അരിഞ്ഞ് പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളകുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ കുറച്ച് നേരം കിടന്ന് നല്ലപോലെ എണ്ണയിൽ കിടന്ന് വഴട്ടെ. ഉള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയൊരു സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും മസാലയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഉള്ളിയൊക്കെ ഒരുവിധം നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട്. നമുക്കിനി തേങ്ങ ചതച്ചത് ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങ ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഈ തേങ്ങയും ഉള്ളിയും ഒക്കെ നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുത്ത് വേവിക്കാം. ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ചിട്ട് നമുക്കൊന്ന് നല്ല വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. നമുക്ക് പൊത്തി അമിക്ക് ഒരു 20 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് നോക്കണം, ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും.
ലാവി പറക്കുന്ന ചൂട് ബീഫ് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.